നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഓം ഹൃദം ഭോജലസന്മൂർത്തിം ദിവ്യമംഗളവിഗ്രഹം ഗുരുധ്യായേത് സർവദേവദേവീസ്വരൂപിണം ത്രേതായാം രാമരൂപായ ദ്വാപരേ കൃഷ്ണമൂർത്തയേ കലൗ പൂർണ്ണാവതാരായ മദ്ഗുരുവരായ തേ നമ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം ജ്ഞാനപ്പാനാമൃതത്തിൽ, ഏവർക്ക് ജ്ഞാനപ്പാനാമൃതത്തിലേക്ക് സ്വാഗതം. പല സ്വഭാവത്തിലുള്ള മനുഷ്യരാശികളിലെ പല സ്വഭാവത്തിലുള്ളവരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും നാം ശ്രദ്ധിക്കുന്ന വരികൾ തുടർന്നു വരുന്നവയാണ്. നമുക്ക് ശ്രദ്ധിക്കാം. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ, മത്തേഭം കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമ ദുരകങ്ങളതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നിതർത്ഥം ശിവ ശിവ. വൃത്തിയും കെട്ട് ദൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. ഈ വരികളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ കവി പറയുന്നത്, ചില വ്യാപാരികൾ സ്വർണം, നവരത്നങ്ങൾ എന്നിവ വിറ്റ് കണക്കില്ലാത്ത ധനം സമ്പാദിക്കുന്നു. ചിലരാകട്ടെ മത്തേഭം കൊണ്ട് കച്ചവടം ചെയ്തും, അതായത് ആനക്കച്ചവടത്തിലും ചിലർ കുതിരക്കച്ചവടത്തിലും വ്യാപൃതരായിട്ടും ചിലർ കപ്പൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടും നേടുന്ന ധനത്തിന് കയ്യും കണക്കുമില്ല. ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. പണ്ട് രാജഭരണകാലത്തും അന്നത്തെ കാലഘട്ടത്തിൽ ആനയും കുതിരയൊക്കെ വളരെ ഉപയോഗപ്രദമായിരുന്ന കാലഘട്ടമായിരുന്നു കപ്പൽ. ഇന്നും അതെല്ലാം നടക്കുന്നുണ്ട്. ഇന്നത്തെ രീതിയിൽ അതെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞം തുറമുഖം, അവിടെ വമ്പന്മാരുടെ കപ്പലൊക്കെ അല്ലേ വരുന്നത്. അങ്ങനെ ഇപ്പോഴും പണ്ടത്തെ പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, മറ്റു രീതിയിലാണെന്ന് മാത്രം. തലമുറയ്ക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ഒന്നുമെങ്കിലും കവി പറഞ്ഞത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കിട്ടുന്ന ധനത്തിന് കയ്യും കണക്കുമില്ല. സ്വന്തം കുലവൃത്തി പോലും മറന്ന ധൂർത്തരായി നടന്ന് ഒടുങ്ങാത്ത ധന ആശയാൽ എത്ര പേരാണ് നശിച്ചു പോകുന്നത്. അങ്ങനെ ധനസമ്പാദനത്തിന് വേണ്ടി അലഞ്ഞ് നടന്ന് സ്വന്തം തൊഴിൽ പോലും മറന്നിട്ട് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ നശിച്ചു പോകുന്നവരുണ്ട്. കഷ്ടം തന്നെ എന്നാണ് കവി പറയുന്നത്. ധനത്തിന് പിന്നാലെ പാഞ്ഞ് ധനമോഹം കൊണ്ട് ഇപ്പം കാണുന്നില്ലേ, മണി ചെയിൻ, അങ്ങനെ ഓരോ കാര്യങ്ങളിൽ കൊണ്ട് പൈസ കളഞ്ഞ് നശിച്ചു പോകുന്നവർ. അതുപോലെ അന്നും ആളുകളുണ്ടായിരുന്നതിനെ പറ്റിയാണ് കവി പറയുന്നത്. ഒരു പാഠമാണ് കവി പറയുന്നത്. ധനത്തിലുള്ള ആശ അത് കൈവടിഞ്ഞ് ജീവിക്കുവാനുള്ള സൂചനയാണ് കവി തരുന്നത്. ധനത്തിന് പിറകെ പോയി നശിക്കുന്നവരെ പറ്റിയാണ് കവി പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സർവേശ്വരൻ നല്ലൊരു സുദിനം ഏവർക്കും ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമസ്കാരം.